സുന്ദരമാണ്. അടുത്തതല്ല പറയുന്നത് എന്താ അറിയോ? ഭാര്യയും ഭർത്താവും ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. വലാ തജസ്സസൂ, ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക്, മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് നിങ്ങളുടെ ചുഴിഞ്ഞന്വേഷണത്തിന്റെ കണ്ണുകൾ കടന്നു ചെല്ലാൻ പാടില്ല. എത്ര നല്ല മാങ്ങയായാലും അത് പൂണ്ടകത്തേക്ക് കടന്നാൽ കയ്പുള്ള ഒരു അണ്ടിയുണ്ട്. എല്ലാ മാങ്ങകൾക്കുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പറയുന്ന ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ മുഴുവൻ ഞാൻ കേട്ടാൽ ജീവിതത്തിൽ ഞാൻ പിന്നെ പ്രസംഗിക്കാൻ പോകില്ല. ഓരോരോ ആളുകളുടെ മനസ്സിൻ്റെ അകത്തേക്ക് ചുഴിഞ്ഞന്വേഷിക്കാൻ നിന്നാൽ സഹോദരങ്ങളെ എന്തൊക്കെയോ വൃത്തികേടുകളുണ്ടാവും, നാറ്റക്കേസായിരിക്കും. അത് സഹിക്കൂല നമുക്ക്. അതുകൊണ്ട് വെറുതെ ഭർത്താവ്, പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ മൊബൈൽ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ നോക്കുക, ആർക്കാണ് മെസ്സേജ് അയച്ചത്, എവിടേക്കാണ് മെസ്സേജ് അയച്ച്, അല്ലേ? അപൂർവമാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളില്ലേ, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് 2 മണിക്കൂറുണ്ട് ഓടി വരിക വീട്ടിൽ. എന്തിനാ? ആരെങ്കിലും ഉണ്ടോ നോക്കാൻ? ഇല്ലേ അങ്ങനെയുള്ള സംഭവങ്ങൾ? ചുഴിഞ്ഞന്വേഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യം. എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താണെന്നറിയോ? റബ്ബേ, എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ പെങ്ങന്മാർക്കും എൻ്റെ മക്കൾക്കും നീ പരിശുദ്ധി നൽകണയല്ല. അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കേണ്ട വേറെ പ്രാർത്ഥനയുണ്ട്. റബ്ബേ, എൻ്റെ കണ്ണുകൾക്ക് വേദനയുണ്ടാക്കുന്ന കാഴ്ചകൾ നീ എന്നെ കാണിക്കരുത് റബ്ബേ. എൻ്റെ ചെവികൾക്ക് വേദനയുണ്ടാക്കുന്ന വാർത്തകൾ നീ എനിക്ക് കേൾപ്പിക്കരുത് റബ്ബേ. എൻ്റെ ഹൃദയത്തെ തകർത്ത് കളയുന്ന വാർത്തകൾ റബ്ബേ നീ എന്നിൽ നിന്ന് തട്ടിമാറ്റണയല്ല. സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ഭാര്യയെ, നമ്മുടെ പെങ്ങന്മാരെ, നമ്മുടെ മക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവർ വേണ്ടാതീനം ചെയ്യും. പക്ഷേ അത് ചുഴിഞ്ഞന്വേഷിച്ച് കണ്ടുപിടിക്കൽ നമ്മുടെ പണിയല്ല. അത് പെണ്ണുങ്ങൾക്കും ബാധകമാണ്. നിങ്ങളുടെ ഭർത്താവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ വേണ്ടാതീനം ചെയ്യും. അത് ചുഴിഞ്ഞന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയല്ല. അത് അവരും പടച്ചവനും തമ്മിലുള്ള കാര്യമാണ്. പ്രത്യക്ഷമായി നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ അതിനെതിരെ നടപടിയെടുക്കുക. പക്ഷെ ചുഴിഞ്ഞന്വേഷിച്ച് ജീവിതത്തിൻ്റെ നൂലാമാലകൾ തിരയുന്നൊരു സ്വഭാവം മുസ്ലിമിന് ഉണ്ടാവാൻ പാടില്ല. ഒരു ചാനലിലെ റിയാലിറ്റി ഷോയിൽ, പല റിയാലിറ്റി ഷോകളിലും വിഴുപ്പലക്കളാണ്. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സകല രഹസ്യങ്ങളും പുറത്തേക്ക് വലിച്ചിട്ട് പരസ്പരം വിഴുപ്പലക്കളാണ്. ഒരു ഇംഗ്ലീഷ് ചാനലിൽ വന്ന ഒരു അഭിമുഖം. ആ അഭിമുഖത്തിൽ ഭാര്യയെ നാർക്കോ അനാലിസിസിന് എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്താ അറിയോ? ഭർത്താവ് അവിടെ ഇരിക്കുന്നുണ്ട്, മക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്. അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഭർത്താവല്ലാത്ത വേറെ ആരെങ്കിലുമായി എന്തെങ്കിലും ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഭർത്താവല്ലാത്ത ആരെങ്കിലുമായി എന്തെങ്കിലും ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആ സ്ത്രീ പറഞ്ഞു, ചെറിയ അല്ലറ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മക്കളുടെ മുഖം ക്ലോസപ്പിൽ കാണിക്കുകയാണ്. അന്തം വിട്ട് ആകെ ഷോക്കായതുപോലെ ഉമ്മാൻ്റെ കഥയാണ് കേൾക്കണത്. ആ ഭർത്താവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ. സഹോദരങ്ങളെ, ഇത് മരിക്കുന്നത് വരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം? അറിയാത്ത കാര്യം അറിയണ്ട, അറിയാത്ത കാര്യം ചികഞ്ഞന്വേഷിക്കാനും പോവണ്ട. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് സത്യസന്ധമായിട്ട് പറയും സഹോദരങ്ങളെ, എൻ്റെ ജീവിതം മുഴുവൻ തുറന്ന പുസ്തകമാണ്. അതിൽ ആളുകൾ അറിയാൻ പറ്റാത്ത ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ ഒന്ന് കൈപൊക്കിയേ. എനിക്ക് അയാളുടെ ശിഷ്യത്വം സ്വീകരിക്കണം. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊക്ക്. ചെറിയ കുട്ടികളല്ല, ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതം എല്ലാവരുടെയും മുന്നിൽ, എൻ്റെ ഉമ്മയുടെ മുന്നിൽ, പെങ്ങന്മാരുടെ മുന്നിൽ, സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു വെക്കാൻ ഞാൻ തയ്യാറാണ്. അത്രയ്ക്ക് പരിശുദ്ധനാണ് ഞാനെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കുല്ലു ബനി ആദമ ഖത്താഉൽ അഫ്ളലുഹും അത്തവ്വാബീൻ. ആദമിൻ്റെ എല്ലാ മക്കളും തെറ്റുകാരാണ്. അവരിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ ആരാണ്? പശ്ചാത്തപിക്കുന്നവരാണ് ഏറ്റവും ഉന്നതരായ ആളുകൾ. എല്ലാവരുടെ അടുത്ത് തെറ്റുണ്ട്. അത് ചുഴിഞ്ഞന്വേഷിച്ച് എന്ത് ചെയ്യാൻ പാടില്ല? പല്ലിൻ്റെ ഇടയിൽ കുത്തിപ്പുണ്ണാക്കാൻ പാടില്ല, നാറ്റിക്കാൻ പാടില്ല. ഈ കുടുംബത്തിൻ്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുടുംബത്തിന് ഇനി സമാധാനം ഉണ്ടോ? ആ കുടുംബത്തിന് ഇനി സന്തോഷമുണ്ടോ? ഒക്കെ കഴിഞ്ഞില്ലേ? ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കും. അത് അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആതികും. സുബ്ഹാനല്ലാഹ്. തൗബയുടെ പ്രതിഫലമായി ഒന്നാമതായി അല്ലാഹ് പറഞ്ഞ കാര്യമാണ് മുഅ്മിനീങ്ങളെ, ആത്മാർത്ഥമായ തൗബ നിങ്ങൾ നടത്തുക. ജീവിതത്തിന്റെ രഹസ്യമായ രംഗങ്ങളിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നിങ്ങൾ പശ്ചാത്തപിക്കുക. അസാ റബ്ബുക്കും അൻ യുകഫിറ അൻകും. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ മറച്ചു വെച്ചേക്കാം.
നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ രക്ഷിതാവ് മറച്ചു വെച്ചേക്കാം. അതുകൊണ്ട് പണ്ട് ചെയ്ത പാപങ്ങളൊന്നും അഭിമാനത്തോടെ പറയാൻ നിൽക്കണ്ട. ഞാൻ പണ്ട് അങ്ങനെ ഇനി, ഞാൻ പണ്ട് ഇങ്ങനെ ഇനി, അതേ ഇനി, മറ്റതേ ഇനി, മറിച്ചതേ ഇനി എന്ന് പറഞ്ഞ് ഇപ്പം നന്നായതാണ്. വേണ്ട, അത് നല്ല സ്വഭാവമല്ല. ആളുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മറച്ചു വെച്ചതാണ്. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ആ പാപങ്ങൾ മറച്ചു വെച്ചതാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണോന്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്, ഞങ്ങൾ തമ്മിൽ ഒരു രഹസ്യമില്ല എന്ന് പറഞ്ഞ് വെറുതെ അലക്കാൻ പോകണ്ട. അത് പറയണ്ട. അത് അറിയേണ്ടവൻ അല്ലാഹ് മാത്രമാണ്. നാളെ മഹ്ശറയിൽ പടച്ച തമ്പുരാൻ ആ പാപം മറച്ചു വെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നയിക്കാൻ തുടങ്ങുന്ന സമയം ഈ കൂട്ടുകാരൻ ഒരു പക്ഷേ അള്ളാഹുവിനോട് ന്യായം ചോദിച്ചേക്കാം, പടച്ചോനെ ഓനെങ്ങനെയാ സ്വർഗത്തിലേക്ക് പോകുക, അവനെങ്ങനെയാ സ്വർഗത്തിലേക്ക് പോകുക, അവൻ ഇന്ന പാപം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാലോ എന്ന് റബ്ബിന്റെ മുന്നിൽ ന്യായം ബോധിപ്പിക്കാൻ അവൻ കാരണമായേക്കാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ മറച്ചു വെച്ച പാപങ്ങൾ ഒരൊറ്റ കുട്ടിയോട് പറഞ്ഞു പോകരുത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അല്ലാഹ് മറച്ചു വെച്ച കാര്യങ്ങൾ, അന്യന്റെ ന്യൂനത അന്വേഷിച്ച് നടക്കുന്ന വൃത്തികെട്ട നീചവും നികൃഷ്ടവും നാറിയതുമായ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനും പാടില്ല. വലാ തജസ്സസു. പിന്നെ അല്ലാഹ് പറയുന്നത് എന്താ? വലാ യഗ്തബ് ബഅദുകും ബഅദാ വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. നിങ്ങളിൽ ചില ആളുകളെ ഗീബത്ത് പറയാൻ പാടില്ല. മരിച്ചു കിടക്കുന്ന ഒരു സഹോദരൻ, ആ സഹോദരന്റെ കഫൻ പുടവ മാറ്റിക്കൊണ്ട് തുടയിൽ നിന്ന് ഇറച്ചി കഷണം മുറിച്ചടിച്ച് ചവച്ചരച്ച് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ, ആഗ്രഹിക്കുമോ? ഫകരിഹ്തുമൂ. എന്നിട്ട് അല്ലാഹ് തന്നെ മറുപടി പറയുകയാണ്, നിങ്ങളതിനെ വെറുക്കുന്നില്ലേ, നിങ്ങളതിനെ ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അതുപോലെയാണ് ഗീബത്ത് എന്നാണ്. അതുപോലെയാണ് ഇപ്പോൾ പണ്ടൊക്കെ നാട്ടിൽ ചായക്കടകളാണ് ഗീബത്തിന്റെ രംഗം. ചായ കുടിക്കുമ്പോൾ കാക്കമാർക്ക് ഒരു ഗ്ലാസ് ചായയും 2 പ്ലേറ്റ് ഗീബത്തും. എന്താ ഗീബത്തിന്റെ കോലം? ഗീബത്ത് വളരെ ഇൻഡയറക്റ്റ് ആയിട്ടാണ് തുടങ്ങുക. ഓളെ ഭർത്താവ് മരിച്ചുലേ, കുറേ വർഷമായില്ലേ മരിച്ചിട്ട്, എന്താ ചെയ്യുക, മനുഷ്യനല്ലേ, മനുഷ്യൻ്റെതായ ആവശ്യങ്ങൾ ഉണ്ടാവും. നിനക്കെന്താണോ അതിന് പ്രശ്നം? നിനക്കെന്താ? മനുഷ്യൻ്റെതായ ആവശ്യങ്ങൾ ഉണ്ടാവും, അത് തീർക്കുന്നെങ്കിൽ തീർത്തോട്ടെ. അതെന്തിനാ ചായക്ക് കടിയായി നീ വിഴുങ്ങുന്നത്? അതാണല്ല വിലക്കിയത്. അതാണല്ല ഇൻഡയറക്റ്റ് ആയിട്ട് ഗീബത്ത്. എന്തോ ഒരു സുഖാണ് സഹോദരങ്ങളെ. ഈ ഗീബത്ത് തിരിച്ചൊന്ന് പറയപ്പെട്ടാൽ അതിൻ്റെ വേദനകളൊന്നും ആലോചിച്ചിട്ടുണ്ടോ? അതിൻ്റെ വേദന പലപ്പോഴും നാം പറയുന്ന പല കാര്യങ്ങളും ഇല്ലാത്തതല്ലേ. നമീമത്ത്, അതുപോലെ തന്നെ നമീമത്തിൽ ആ യദ്ഖുലുൽ ജന്നത നമ്മാം, നമീമത്തുകാരൻ ഏഷണി കൂട്ടുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല എന്നാണ്. ഒരിക്കലും സ്വർഗത്തിൽ കിടക്കൂല. കാരണം അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം.